എൻസിപിയിലെ പുതിയ പ്രതിസന്ധി ഇടതുപക്ഷത്തേക്കും കടക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ MLA ആയ തോമസ് കെ തോമസ് പുതിയ നീക്കത്തിലാണ്. തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യം തോമസ് കെ തോമസ് ശക്തമാക്കുകയും ചെയ്യും. ഔദ്യോഗിക NCPI തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ പക്ഷത്തെ പ്രഖ്യാപിച്ചതോടെ ഫലത്തിൽ കേരളത്തിലെ 2 NCP MLA മാരും പ്രതിസന്ധിയിലാണ്. അജിത് പവാറിനെ അംഗീകരിച്ചില്ലെങ്കിൽ അയോഗ്യത ഭീഷണി വരും. എന്നാൽ BJPക്കൊപ്പമുള്ള അജിത് പവാറിനെ അംഗീകരിക്കാൻ കേരളത്തിൽ ഇടതുമുന്നണിയിലുള്ള NCP MLA മാർ തയ്യാറാവില്ല. ഇതേ പ്രതിസന്ധി ജനതാദൾ സെക്യുലറിനുമുണ്ട്. ദേവഗൌഡയും കൂട്ടരും BJP മുന്നണിയിലാണ്. എന്നാൽ കേരളത്തിലെ JDS ആകട്ടെ ഇടതുപക്ഷത്തും. BJP മുന്നണിയെ തള്ളിപ്പറയുന്ന കേരളത്തിലെ JDS MLA മാർ ഇപ്പോഴും ദേവഗൌഡയുടെ ഭാഗമാണ്. അയോഗ്യതാ ഭീഷണി കാരണമാണ് ഇത്. സമാന സാഹചര്യം തന്നെയാണ് കേരളത്തിലെ NCP MLA മാർക്കും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ തോമസ് കെ തോമസിന്റെ നിലപാട് നിർണായകമായി മാറും. ഇത് മനസ്സിലാക്കിയാണ് പുതിയ നീക്കം തോമസ് കെ തോമസ് നടത്തുന്നത്. 2.5 വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച തോമസ് കെ തോമസ് സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം അത് നിഷേധിച്ചതിൽ പ്രതിഷേധത്തിലും നിരാശയിലുമായിരുന്നു. പുതിയ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ശരത് പവാറിനെ കണ്ട് മന്ത്രിസ്ഥാനത്തിനായി വിലപേശാനാണ് തോമസ് നീങ്ങുന്നത് എന്നാണ് സൂചനകൾ. അതിനിടെ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCPI പ്രഖ്യാപിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം യുക്തിരഹിതമാണ് എന്ന് ശശീന്ദ്രൻ പറഞ്ഞു. NCP അധ്യക്ഷൻ ശരത് പവാറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. കേരളത്തിലെ NCP പ്രവർത്തകർ ഇത് തിരിച്ചടിയായി കാണുന്നില്ല എന്നും AK ശശീന്ദ്രൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം കേരളത്തിലെ NCPയെ ദോഷകരമായി ബാധിക്കില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും വ്യക്തമാക്കി. NCP ഇടതുമുന്നണിയിൽ തുടരുക തന്നെ ചെയ്യും. മഹാരാഷ്ട്രയിൽ മാത്രമുള്ള പ്രശ്നമാണിത്. കേരളമടക്കം മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ബാധകമല്ല. സുപ്രീം കോടതി തീരുമാനം അറിഞ്ഞ ശേഷം സംസ്ഥാന നേതൃയോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യുമെന്നും PC ചാക്കോ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ കേന്ദ്ര സർക്കാർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മറിച്ചാണെങ്കിലും പാർട്ടിയുടെ പേര് പരിഷ്കരിക്കുകയും പുതിയ ചിഹ്നം സ്വീകരിക്കുകയും ചെയ്താൽ പ്രശ്നം തീരുമെന്നും PC ചാക്കോ ചൂണ്ടിക്കാട്ടി. ഈ പ്രതികരണങ്ങൾക്കൊപ്പമാണ് നിലവിൽ തോമസ് കെ തോമസും ഉള്ളത്. എന്നാൽ തന്നെ മന്ത്രിയാക്കാനുള്ള സമ്മർദ്ദം ചെലുത്താനുള്ള സുവർണാവസരമായി ഇതിനെ കുട്ടനാട് MLA നോക്കിക്കാണുകയാണ്. കേരള മന്ത്രിസഭയുടെ കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാനായി ഭരണകക്ഷി MLA എന്ന നിലയിൽ ചൊവ്വാഴ്ച ഡൽഹിയിലെത്തിയ കുട്ടനാട് MLA കൂടിയായ തോമസ് കെ തോമസ് ബുധനാഴ്ച രാവിലെ 11-ന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രിസ്ഥാനത്തിനായി ആവശ്യം ഉന്നയിക്കുകയും ചെയ്യും. കേരളത്തിൽ NCP ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് പാർട്ടി മാറിയാലേ കൂറുമാറ്റ പ്രതിസന്ധി ഒഴിവാകൂ. ഒരാൾ മാത്രം ശരത് പവാറിനൊപ്പം നിന്നാൽ അദ്ദേഹം കൂറുമാറ്റ നിയമപരിധിയിൽപ്പെട്ട് അയോഗ്യനാക്കപ്പെടാം. അതുകൊണ്ടാണ് തോമസ് കെ തോമസ് പുതിയ നീക്കം നടത്തുന്നത്. അജിത് പവാറിനൊപ്പം പോകുന്നവർക്ക് അയോഗ്യതാ പ്രശ്നം വരില്ല. ഈ സാഹചര്യം തോമസ് കെ തോമസ് മുതലാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. PC ചാക്കോയുമായും സംസ്ഥാന ഔദ്യോഗിക നേതൃത്വവുമായും കുറച്ചു കാലമായി അകൽച്ചയിലാണ് തോമസ് കെ തോമസ് MLA. 2.5 വർഷം കഴിഞ്ഞ മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചുവെങ്കിലും 5 വർഷവും AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരുമെന്നാണ് ചാക്കോ പറഞ്ഞത്. ചില ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം വെച്ചുമാറിയപ്പോഴും തോമസ് കെ തോമസിന് അനുകൂല തീരുമാനം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായില്ല. ഇതിൽ തോമസ് കെ തോമസ് അതൃപ്തനായിരുന്നു. കേരളത്തിലെ NCPക്കകത്ത് വിമത വിഭാഗം PC ചാക്കോയെ നീക്കി മുഹമ്മദ് കുട്ടിയെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കാൻ നീക്കം തുടങ്ങി. അജിത് പവാറിന് കത്ത് നൽകുന്നതോടൊപ്പം LDF സംസ്ഥാന നേതൃത്വത്തെയും സമീപിക്കാനാണ് തീരുമാനം. ജനതാദൾ എസ് ദേശീയ തലത്തിൽ NDAക്കൊപ്പം പോയെങ്കിലും അവരുടെ കേരള ഘടകം LDFൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് സമാനമായി കേരളത്തിലെ NCPയും LDFനൊപ്പം നിൽക്കുമെന്ന് നേതൃത്വത്തെ അറിയിക്കും. BJP ഏകനാഥ് ഷിൻഡെ പക്ഷ ശിവസേന സഖ്യഭരണത്തിൽ ചേർന്ന അജിത് പവാർ വിഭാഗത്തെയാണ് യഥാർത്ഥ NCPI കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. ഭൂരിപക്ഷ ജനപ്രതിനിധികളും അജിത്തിനൊപ്പമാണെന്ന കണക്ക് പരിഗണിച്ചാണ് യഥാർത്ഥ NCP അജിത്തിന്റേതാണെന്ന് കമ്മീഷൻ വിധിച്ചത്. ശരത് പവാർ സ്ഥാപിച്ച പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടൈം പീസും അജിത് പക്ഷത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്.